2 ദിവസം മുന്നേ ലേ ലഡാക്ക് കഴിഞ്ഞിട്ട് വന്ന ടീമാണ് ഞാൻ. മഴ കാരണം ബോർഡ് നോക്കി വന്ന് അവസാനം കുറേ 40-50 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് തെറ്റിപ്പോയി. അതിലൂടെ നിർത്തി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴയിലേക്കാണ്. അവിടെ നമ്മളെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് കോട്ടയം മറ്റൊരു വ്യക്തി നമ്മൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാം സെറ്റാണ്. നേരെ പോവാണ്. ഓച്ചറിയാണ്. ഇപ്പോൾ ശരി, റോഡിൽ കാണാം. ഇത് ഞങ്ങളെ പോലെ തന്നെ 2 ദിവസം മുന്നേ ലേ ലഡാക്ക് കഴിഞ്ഞിട്ട് വന്ന ടീമാണ്. മച്ചാനെ പേര് പറ. എൻ്റെ പേര് അനന്തകൃഷ്ണൻ. എൻ്റെ കോളേജ് മേറ്റാണ്. ഇതാണ് ഡോമിനാറോ വണ്ടി. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെയുണ്ടായിരുന്നു? പൊളിയല്ലേ? കുഴപ്പമില്ല. കായംകുളം. എന്തായാലും കൺഗ്രാജുലേഷൻസ്. ഞാൻ ചങ്ങനാശ്ശേരി എത്താറായി. ചായക്ക് നിർത്തിയാണ് ഒരു ബജിക്കടയിൽ. അല്ല, ഫുള്ള് നല്ല അടിപൊളി സീനറി. അടിപൊളി സീനറീസും കണ്ട് പോയിക്കൊണ്ടിരുന്നത്. നല്ല മഴയുണ്ട്. മഴ കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ റൂട്ട് തെറ്റിയിരിക്കുകയാണ്. എൻ്റെ റൂട്ട് ഇതല്ലായിരുന്നു. ഞാൻ ബോർഡ് നോക്കി വന്നത്. മഴ കാരണം എനിക്ക് വരുന്ന വഴിക്ക് 2 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ആദ്യം ഒരു പഴയ കോട്ടയായിരുന്നു. പഴയ കോട്ട വെച്ചാൽ പഴയ തറവാട്. സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതാണ്. നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ ഒരു കോട്ടയാണ്. പിന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ ലഡാക്ക് പോയിരുന്നു. അവർ ഹസ്ബൻഡ് വൈഫ്. അപ്പോൾ അവരൊന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ റൂട്ട് മാറിപ്പോയി. അവരെന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. ഞാൻ മഴ കാരണം ബോർഡ് നോക്കി വന്ന് അവസാനം കുറേ 40-50 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് തെറ്റിപ്പോയി. അതിലൂടെ നിർത്തി. നൈസ്. കായലിൻ്റെ നടുക്കൂടുള്ളൊരു ചെറിയൊരു പാലം. വണ്ടികളൊക്കെ പോകുന്നതാണ് അവിടെയുള്ളത്. ഞാൻ ആ കാണുന്ന ആ പച്ച കളറ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത് ബജ്ജി കഴിക്കാൻ വെച്ചാൽ. എന്തായാലും ഇവിടുത്തെ ബജ്ജിയുടെ അത്ര വരില്ല നമ്മളെ മലബാർ ഭാഗത്ത് കിട്ടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേക രുചി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കോട്ടയത്തുള്ള ബെഡ് സോൺ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റിൽ ഇവിടെ എത്തി. നമ്മുടെ എന്നെക്കാൾ മുന്നേ 2 കൊല്ലം മുന്നേ ലഡാക്ക് അടിച്ച അനീഷ് ആണിത്. അനീഷ് അല്ല, പേര് മറന്നു. അഖിൽ ബ്രോ ആണിത്. 2 കൊല്ലം മുന്നേ ലഡാക്ക് അടിച്ചു. ലഡാക്കിൻ്റെ എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ അത് പറഞ്ഞുതരും. പിന്നെ കസിനാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഇവിടെ വേറൊരാളും കൂടി പരിചയപ്പെട്ടു. ഇതാണ് ആള്. യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. എന്താ പേര്? ജയരാജ്. ജീപ്പിൽ വർക്ക് ചെയ്യും. ഓക്കെ, എന്തായാലും യൂട്യൂബ് തുടങ്ങാൻ സക്സസ് ആവട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓ, താങ്ക്സ്. യാത്രയുടെ മറ്റൊരു ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കോട്ടയത്താണുള്ളത്.
അങ്ങനെ കോട്ടയത്തെ 2ാം ദിവസം മച്ചാൻ്റെ ഇവിടെ. മച്ചാനാണ് നമ്മുടെ ഹോസ്റ്റ്. മച്ചാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേ. എൻ്റെ പേര് അഖിൽ വിനായക് എന്നാണ്. ഞാൻ ഇവിടെ കോട്ടയത്ത് ചവിട്ടുകല്ലാണ് എൻ്റെ വീട്. നമ്മളിങ്ങനെ റൈഡ് പോകുന്ന എല്ലാവരെയും ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. കഴിവതും അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ മച്ചാനെ പരിചയപ്പെട്ടാണ്. ഏതായാലും ആളെ വരുന്ന വഴിക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു, മീറ്റ് ചെയ്യാൻ പറ്റി. നല്ലൊരു ഹോസ്റ്റാണ്. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് 2 മാസം കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കോട്ടയം മാതൃഭൂമിയുടെ ഓഫീസാണ്. മാതൃഭൂമി ബുക്സിൽ ചെറിയൊരു പുസ്തകം വാങ്ങാൻ കയറിയതാണ്. കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് കാഞ്ഞിരപ്പള്ളി. ഒരു ലിമിറ്റഡ് എഡിഷൻ ബുക്കായിരുന്നു, പക്ഷെ കിട്ടി. അത് വേറെ എവിടെയും കിട്ടൂല, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. നേരെ 75.84 76 റുപ്യ അല്ലേ? 76 റുപ്യ ഇവിടെ റേറ്റ്. 76 600 ആക്കി നിർത്തിക്കോ. ഞാൻ കന്യാകുമാരി വരെ വരുന്നേ. ഞാൻ ചൊവ്വാഴ്ച എത്തും. വീണ്ടും ഫുൾ ടൈം പെട്രോൾ അടിച്ചു. 600 റുപ്യൊന്നും വേണ്ട. 600 സംതിങ് റുപ്യ ആകുമ്പോഴത്തേക്കും വണ്ടി ഫുള്ളാവും. പക്ഷേ ഇത് ആയിട്ടില്ല. നല്ലൊരു സ്പേസ് ഇനിയും ഉള്ളിൽ കിടപ്പുണ്ട്. വളരെ ടൈം എടുത്തിട്ടാണ് പെട്രോൾ നിറഞ്ഞത്. ഇത്ര ടൈമൊന്നും വേണ്ട. 600 റുപ്യ ആയിട്ടും ഒരുപാട് കാലിയാണ് ടാങ്ക്. ലാസ്റ്റത്തെ ഒരു കട്ട ഇനിയും അതിൻ്റെ പകുതി ആയിട്ടുള്ളൂ സൂചി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പെട്രോൾ പമ്പിലൊക്കെ. പക്ഷേ കേരളത്തിൽ വന്നപ്പോഴേക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ആയി തുടങ്ങി. കാഞ്ഞിരപ്പള്ളിക്ക് ഇനിയുണ്ട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററും കൂടി. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ്. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അവനൊരു ക്ലൂ പോലും കൊടുക്കാതെയാണ് ഞാനിവിടെ കയറി വന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, അവനിവിടെ ഇല്ല. അവൻ്റെ വീട്ടുകാരുണ്ട്. പഴയ പോലെ തന്നെ ഇപ്രാവശ്യവും അടിപൊളി നാടൻ ഭക്ഷണമാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല അടിപൊളി ചായയും കുടിച്ച് പുറത്തെ മഴയും ആസ്വദിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം മൊത്തം ശരിക്കും പറഞ്ഞ് ഈ മഴയത്താണുള്ളത്.